അവനോട് പറയാം നമ്മളത് അറം പറ്റിയ പോലെ ആയിപ്പോലോ ചെയ്തതെന്ന് പറഞ്ഞു. ആ പാട്ടിന് അങ്ങനെ ഒരു ഈണം നൽകുമ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നു? ശരിക്കും ആ പാട്ടിനല്ല ആ ഈണം ഞങ്ങൾ ചെയ്തത്. അദ്ദേഹം ഒരു ദിവസം ഇവിടെ എന്നെ കാണാൻ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ട്യൂൺ ഞാൻ എടുത്തോട്ടെ, എനിക്കൊരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ സന്തോഷമുള്ള കാര്യമില്ലേ, ആ പാട്ട് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് ആ പാട്ട് ട്യൂണിനുള്ള എൻ്റെ വരികൾ മാറ്റിയിട്ട് അവിടെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വരാം. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. അതിനിപ്പുറത്തൊരു മല ഇന്നാൾ പൊട്ടിയില്ലായിരുന്നു. അവിടെ ആ സ്ഥലത്തെക്കുറിച്ച് പുള്ളി ഒരു ഡോക്യുമെൻ്ററി ചെയ്തായിരുന്നു പിന്നെ സാർ. ആ ഡോക്യുമെൻ്ററി ചെയ്തിട്ട് അത് സ്കൂളിൽ പ്രദർശിപ്പിച്ചു. ഇതിങ്ങനെ വലിയ പ്രൊജക്ടറിനകത്ത് ഇട്ടപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം എഴുന്നിട്ട് പോയി, എല്ലാവരും എഴുന്നിട്ട് പോയി. ഒരു സാധനം എല്ലാവരും എഴുന്നിട്ട് പോയി. പുള്ളിക്ക് വലിയ പ്രയാസമായി പോയി. പുള്ളി ആ CD എല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ അലമാരയുടെ മേളിൽ ഇട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് ആ ഉരുള് പൊട്ടിയപ്പോൾ സകല ചാനലിലും കാണിച്ച ഈ CD-ക്കകത്ത് വീഡിയോസാണ്. എനിക്കൊന്ന് ആ സ്ഥലത്ത്